മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകാത്തരം നടത്തിയിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രധാനപ്പെട്ട നേതാവ് നഗരസഭയിലെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത്, മുന്നണി പോരാളിയായി പ്രതിരോധിക്കേണ്ടത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായ മേയർ അത്തരം പ്രതിരോധങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തീരെയും ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ കാണുന്ന ഒരു വിഷയമല്ലേ? അതായത് രാജീവ് ചന്ദ്രശേഖരൻ ഉന്നയിക്കപ്പെട്ട ഗുരുതരമായ ആക്ഷേപം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ദിവസം മുമ്പേ അത് ഉന്നയിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രശാന്ത് മേയറായിരുന്ന സമയത്താണ് ഈ അവർ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് പ്രശാന്ത് തന്നെ മറുപടി പറയുകയും പ്രശാന്ത് തന്നെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ അതിലൊരു കക്ഷിയല്ല. മറ്റു കാര്യം, ഒരു 5-6 ദിവസക്കാലം ആര്യ രാജേന്ദ്രൻ സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം. ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അല്ലാതെ വന്നതിന് ശേഷം 2-3 കോർപ്പറേഷൻ വാർഡുകളുടെ ചുമതല ഉണ്ടായിരുന്നു. അവർ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ പാർട്ടിയിൽ മേയർക്കല്ലല്ലോ, പാർട്ടിയിലെ സംഘടനാപരമായി ചുമതല കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഒരു 1-2 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് തനിക്ക് ചുമതലയുള്ളത്, അവിടെ മാത്രം നിൽക്കുന്നു, ബാക്കിയുള്ളവർക്ക് അവരവർ പ്രചരണം നടത്തിക്കോട്ടെ എന്ന് പറയുന്നത് ഒരു വിചിത്രമായ വാദമായി മാത്രമല്ല കാണാൻ വേണ്ടി കഴിയും. അല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവരെ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പം തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം, ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ട്. CPM ആര്യയുടെ പ്രായം മാനിക്കാതെയാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ ആര്യക്കെതിരെ ആര്യ മുട്ടവിടുന്നതെന്നുള്ള തരത്തിലായിരുന്നല്ലോ CPM പറഞ്ഞിരുന്നത്. പക്ഷേ ആര്യക്കെതിരെ ഇങ്ങനെ ഒരു വലിയ കടന്നാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തില് CPM ഒരു ജില്ലാ നേതൃത്വം അതിനെ പ്രതിരോധിച്ചോ? പിന്നെ ഞാൻ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അത് തെറ്റാണെന്നും അങ്ങനെ സത്യസന്ധമായിട്ട് മാത്രമേ നമ്മൾ ആക്ഷേപം ഉന്നയിക്കാൻ പാടുള്ളൂ എന്നും ഒക്കെ തന്നെ പറഞ്ഞ് നമ്മളത് പ്രതിരോധിച്ചിട്ടുണ്ടല്ലോ. ഇത് ഒരു BJPക്കെതിരായിട്ട് കോർപ്പറേഷൻ കൗൺസിലിൽ ഉറച്ച നിലപാട് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷവും അവരാദ്യമായിട്ടാണ് മേയറാവുന്നത്. പ്രായത്തിൽ കുറവാണ് എങ്കിൽ പോലും ആ രാഷ്ട്രീയ പക്വത നിലനിർത്തിക്കൊണ്ട് 5 വർഷക്കാലവും BJPയെ ഇഞ്ചിന് അവർ ഒരു കാര്യം വിട്ടുകൊടുക്കാതെ പ്രതിരോധിച്ചിരുന്നുള്ള കാര്യം സത്യമാണ്. ആ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള തിരിച്ചുള്ള ആക്രമണം ചെറിയ ആക്രമണമല്ല. അപ്പോൾ എനിക്കെതിരായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ നിയമത്തിൽ നിന്ന് ജയിച്ച അവസരത്തിലൊക്കെ തന്നെ കൂട്ടത്തോടെ ആക്രമണമാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാധ്യമങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലും മാധ്യമങ്ങൾക്കൊക്കെ ഒരു അജണ്ട ഉണ്ടായിരിക്കും. അതൊന്നും അത് ഓരോരുത്തരുടെയും രീതിയാണ്. ആര്യയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ല. അതെല്ലാം വെറും പ്രചരണം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല, അത്തരം പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷന് ഏതാണ്ട് 30ഓളം വരുന്ന ദേശീയ അടിസ്ഥാനത്തിലും സാർവദേശീയ അടിസ്ഥാനത്തിലും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളും കോംപ്ലിമെൻറ്റ്സിനെ സംബന്ധിച്ചത് ആരും ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അത് പാർട്ടി പരിശോധിക്കും.